അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇ ആർ ഡയഗ്രാം സോറി ഇ ആർ മോഡൽ, അപ്പൊ അതിനകത്ത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് എൻറ്റിറ്റീസും അതിന്റെ പ്രോപ്പർട്ടീസ്, ദാറ്റ് ഈസ് ആട്രിബ്യൂട്ട്സ്, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ എല്ലാ നൊട്ടേഷൻസ് നമ്മൾ കണ്ടു. എങ്ങനെയാണ് ഒരു ഇ ആർ ഡയഗ്രത്തില് എൻറ്റിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പൊ അതിനകത്ത് ഒരു എന്താ പറയാ, ഇൻ ഷോർട്ട് നമുക്ക് അതിന്റെ നൊട്ടേഷൻസ് നോക്കാം. നൊട്ടേഷൻസ് യൂസ്ഡ് ഇൻ ഇ ആർ ഡയഗ്രാം. ഇപ്പൊ ഫസ്റ്റ് വൺ, റെക്ടാങ്കിൾ റെപ്രസെന്റ് ചെയ്യുന്നത് എൻറ്റിറ്റിനെയാണ്. അപ്പൊ എന്താണ് എൻറ്റിറ്റി എന്ന് മനസ്സിലാക്കി. അതായത് ഒരു റിയൽ വേൾഡ് ഒബ്ജക്റ്റ്, അതൊരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ആവും അല്ലെങ്കിൽ ഒരു ലോജിക്കൽ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഡാറ്റാബേസ് സെനാരിയോയില് നമുക്ക് ഒരു ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ആ ഒരു എൻറ്റിറ്റിക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ആ പ്രോപ്പർട്ടീസിനെ നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ഓക്കെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് കണ്ടു. സിമ്പിൾ ആൻഡ് കോമ്പോസിറ്റ്, സിംഗിൾ വാല്യൂഡ്, മൾട്ടി വാല്യൂഡ്, അതുപോലെ തന്നെ സ്റ്റോർഡ് ആൻഡ് ഡിറൈവ്ഡ്. ഇത് ബേസിക് കാറ്റഗറീസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. അത് കൂടാതെ നമ്മൾ കീ ആട്രിബ്യൂട്ട്, അതുപോലെ തന്നെ നൾ ആട്രിബ്യൂട്ട്, പിന്നെ കോംപ്ലക്സ് ആട്രിബ്യൂട്ട്സ്, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോ അതിനകത്ത് നമ്മൾ ഇ ആർ ഡയഗ്രത്തിൽ ഈ ഓരോരോ നൊട്ടേഷൻസും എങ്ങനെയാന്നുള്ളത് ഓൾറെഡി പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്നും കൂടെ നോക്കാം. എൻറ്റിറ്റീസ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ റെക്ടാങ്കിൾ. പിന്നെ അടുത്തത് വീക്ക് എൻറ്റിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ആട്രിബ്യൂട്ട് ഓവൽ ഷേപ്പിൽ കൊടുക്കും. ആട്രിബ്യൂട്ട് കൺസിഡർ, നമ്മൾ എടുക്കുന്ന ആട്രിബ്യൂട്ട് കീ ആട്രിബ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് ആണെങ്കിൽ ഡാഷ്ഡ് ഓവലിൽ കൊടുക്കും. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആണെങ്കിൽ ഡബിൾ ഓവലിൽ കൊടുക്കും. പിന്നെ കോമ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ആട്രിബ്യൂട്ടിനെ നമ്മൾ അഗെയിൻ സബ് ഡിവൈഡഡ് ടു അനദർ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. പിന്നെ നമ്മൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് റിലേഷൻഷിപ്പ്. എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എൻറ്റിറ്റി എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ടേം പറയണത് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഇപ്പൊ റിലേഷൻഷിപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ടു ഓർ മോർ എൻറ്റിറ്റീസ് തമ്മിലുള്ള അസോസിയേഷൻ അല്ലെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ ഡിസ്റ്റിങ്ക്ട് എൻറ്റിറ്റീസ് വിത്ത് എ സ്പെസിഫിക് മീനിങ്. അതാണ് റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എൻറ്റിറ്റിയിലെ ആട്രിബ്യൂട്ട് വേറൊരു എൻറ്റിറ്റിയിലെ റെഫർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് റിലേഷൻഷിപ്പ് ഈസ് ആൻ അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ് ഓഫ് സെയിം ഓർ ഡിഫറെന്റ് എൻറ്റിറ്റി സെറ്റ്. അതായത് രണ്ട് എൻറ്റിറ്റീസ് തമ്മിലുള്ള അസോസിയേഷൻ ആണ് എന്താ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടോ അതിൽ കൂടുതൽ എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ചിലപ്പോൾ അത് സെയിം എൻറ്റിറ്റിയോട് തന്നെയുള്ള റിലേഷൻഷിപ്പ് ആവാം. അതെല്ലാം എന്താണ് റിലേഷൻഷിപ്പ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത്, നമുക്ക് രണ്ട് എൻറ്റിറ്റീസ് ഉണ്ട്. എംപ്ലോയി എന്നുള്ളൊരു എൻറ്റിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ഡേറ്റാബേസ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് എൻറ്റിറ്റി, എംപ്ലോയി എന്നുള്ള എൻറ്റിറ്റിയും പ്രൊഡക്റ്റ് എന്നുള്ളൊരു എൻറ്റിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, എംപ്ലോയി എന്ന് പറഞ്ഞ എൻറ്റിറ്റിയിൽ എംപ്ലോയി എന്ന് പറഞ്ഞ എൻറ്റിറ്റി ടൈപ്പിൽ ഒരു എൻറ്റിറ്റിയാണ് ജോൺ. പേര് ജോൺ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി. അത് പ്രോജക്റ്റ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പില് പ്രോഡക്റ്റ് എക്സ് എന്നുള്ളൊരു പ്രോജക്റ്റിന്റെ പേരുമായിട്ട് അസോസിയേഷൻ ഉണ്ട്. അതായത് ആ ജോൺ എന്ന് പറയുന്ന ആള് പ്രോഡക്റ്റ് എക്സിനാണ് വർക്ക് ചെയ്യുന്നത്. അതായത് രണ്ട് എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മളിപ്പം ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുമ്പം രണ്ട് എൻറ്റിറ്റീസിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് റിലേറ്റ് ചെയ്യാം, അതെന്താണ് അതിന്റെ റിലേഷൻഷിപ്പ്, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഒരു രണ്ട് എൻറ്റിറ്റീസ്, സ്റ്റുഡന്റ് എന്നുള്ള എൻറ്റിറ്റി ഉണ്ട്, കോഴ്സ് എന്നുള്ള എൻറ്റിറ്റി ഉണ്ട്. അപ്പൊ സ്റ്റുഡന്റ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിൽ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. കോഴ്സ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. പക്ഷെ ആ രണ്ട് എൻറ്റിറ്റി ടൈപ്പ് തമ്മിൽ എന്താണ്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് ഓരോ സ്റ്റുഡന്റും ഏത് കോഴ്സിലാണ് എൻറോൾ ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു റിലേഷൻ അവിടെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റുഡന്റ് എന്നുള്ള ആ ഒരു എൻറ്റിറ്റി ടൈപ്പിലെ ഓരോ എൻറ്റിറ്റീസും, ഫോർ എക്സാമ്പിൾ E2 ആയിട്ട് എടുത്താൽ ആ ഓരോ എൻറ്റിറ്റീസും കോഴ്സ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിലെ എൻറ്റിറ്റീസ് ആയിട്ട്
ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അതിനെ ER ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത്, റിലേഷൻഷിപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് യൂസിങ് ദ ഡയമണ്ട് സിമ്പിൾ ആണ്. അപ്പോൾ സ്റ്റുഡന്റ് എന്നുള്ള എൻറ്റിറ്റി കോഴ്സ് എന്നുള്ള എൻറ്റിറ്റി തമ്മിൽ റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവ തമ്മിൽ അതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡയമണ്ട് സിമ്പിൾ യൂസ് ചെയ്തിട്ട് അത് ആ റിലേഷൻഷിപ്പിന്റെ പേര് അവിടെ എഴുതി വെക്കും. അപ്പൊ ഇതിനകത്ത് സ്റ്റുഡന്റ് എന്ന് പറയുന്നത് എൻറ്റിറ്റി ടൈപ്പ് ആണ്, കോഴ്സ് എന്ന് പറയുന്നത് വേറൊരു എൻറ്റിറ്റി ടൈപ്പ് ആണ്. അത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ആ റിലേഷന്റെ നെയിം ആണ് എന്ത്, എൻറോൾഡ് ഇൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്റ്റുഡന്റ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിൽ ഓരോ എൻറ്റിറ്റീസും കോഴ്സ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിൽ ഓരോ എൻറ്റിറ്റീവ്സ് ആയിട്ട് എന്താണ്, എൻറോൾഡ് ഇൻ എന്നുള്ള റിലേഷൻ ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ER ഡയഗ്രത്തിൽ അല്ലെങ്കിൽ നമ്മൾ ബേസിക്കലി റിലേഷൻഷിപ്പും അതിന്റെ സെറ്റൊക്കെ റെഫർ ചെയ്യുന്നത് ക്യാപിറ്റൽ R വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ഫിഗർ കാണിച്ചു തരാം. ഈ ഒരു ഫിഗർ കാണിക്കുമ്പോൾ ഇതിനകത്ത് ഇതൊരു ER ഡയഗ്രാം വെച്ചിട്ടല്ല, നമ്മൾ അതിന്റെ ഒരു സെറ്റും അതിന്റെ അസോസിയേഷനും കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കാണിച്ചിരിക്കുന്നതാണ്. സ്റ്റുഡന്റ് എന്നുള്ള ഒരു എൻറ്റിറ്റി സെറ്റ്, എൻറ്റിറ്റി ടൈപ്പ് സ്റ്റുഡന്റ്, കോഴ്സ് എന്ന് പറഞ്ഞ വേറൊരു എൻറ്റിറ്റി ടൈപ്പ് അല്ലെങ്കിൽ എൻറ്റിറ്റി സെറ്റ്. സ്റ്റുഡന്റ് എന്നുള്ള എൻറ്റിറ്റി സെറ്റിൽ ഓരോ എൻറ്റിറ്റീസ് ആണ് S1, S2, S3. സിമിലർലി കോഴ്സ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിലെ ഓരോ എൻറ്റിറ്റീസ് ആണ് C1, C2, C3. അപ്പോൾ സ്റ്റുഡന്റ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പും കോഴ്സ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പും ഏതാണ്, എൻറോൾഡ് ഇൻ എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പായിട്ട്, എൻറോൾഡ് ഇൻ എന്നുള്ള റിലേഷൻഷിപ്പായിട്ടാണ് അവര് അസോസിയേഷൻ ഉള്ളത്. അതായത് രണ്ട് എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷന്റെ പേര് അവിടെ എന്താണ്, എൻറോൾഡ് ഇൻ എന്നാണ്. അതാണ് ആ ബ്ലാക്ക് കളറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് എന്താ പറയാം, S1 എന്നുള്ള സ്റ്റുഡന്റ് എൻറ്റിറ്റി C2 എന്ന് പറയുന്ന കോഴ്സ് എൻറ്റിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ S2 എന്നുള്ള സ്റ്റുഡന്റ് എൻറ്റിറ്റിയും കോഴ്സിലെ C1 എന്നുള്ള കോഴ്സ് എൻറ്റിറ്റിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവ തമ്മിൽ ആ രണ്ട് എൻറ്റിറ്റീസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേഷൻ ഉള്ളത് ത്രൂ ദ റിലേഷൻഷിപ്പ് എൻറോൾഡ് ഇൻ. അതാണ് ആ ബ്ലാക്ക് കളർ ഓവലില് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഫിഗറിൽ എൻറ്റിറ്റി സെറ്റ്, രണ്ട് എൻറ്റിറ്റി സെറ്റും കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന്റെ സെറ്റും കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഓരോ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഓരോ റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് ആണ്. അതായത് ആ ബ്ലാക്ക് ഡോട്ടിലുള്ള ഓരോന്നും എന്താണ്, ഓരോ റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഡോട്ട് എന്ന് പറയുന്നത് S1ഉം C2 തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഇൻസ്റ്റൻസ് ആണ്. സെക്കൻഡ് ഡോട്ട്, ആ ഓവൽ ഷേപ്പിൽ മൂന്ന് ഡോട്ട് കാണിച്ചിട്ടുണ്ട്, ഓരോന്നും ഓരോ റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നതാണ്. അപ്പൊ സെയിം റിലേഷൻഷിപ്പിലുള്ള കുറെ റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസിന്റെ കളക്ഷൻ ആണ് റിലേഷൻഷിപ്പ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എൻറോൾഡ് ഇൻ എന്ന് പറഞ്ഞ ആ റിലേഷൻഷിപ്പിൽ കുറെ റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസസ് ഉണ്ട്. ഓരോ ഇൻസ്റ്റൻസും രണ്ട് എൻറ്റിറ്റീസിനെ തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ER ഡയഗ്രാം കാണിച്ചേക്കുന്നതല്ല, അതൊരു സെറ്റ് റെപ്രസെന്റേഷൻ ആണ്. നമ്മൾ സെറ്റ് തിയറിയിൽ നമ്മൾ ഇതുപോലെ കാണിക്കുമല്ലോ, അതുപോലെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് മാത്രം, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് റിലേഷൻഷിപ്പ് ക്യാപിറ്റൽ R വെച്ച് കാണിക്കും, എൻറ്റിറ്റീസിനെ E1, E2, E3 വെച്ച് കാണിക്കും. അപ്പോൾ അതൊരു ചെറിയൊരു റെപ്രസെന്റേഷൻ പോലെ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലില് എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യണ എങ്ങനെയാണെന്ന് കണ്ടു. ഒരു സെറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ER ഡയഗ്രാം ആണ് ഇപ്പൊ നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നത്. ഇനി ഇതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് എംപ്ലോയി, ഒരു ഓർഗനൈസേഷൻ. അതിനകത്തുള്ള രണ്ട് എൻറ്റിറ്റീസ് തമ്മിലാണല്ലോ അസോസിയേഷൻ വരുള്ളൂ. അപ്പൊ എംപ്ലോയി എന്നുള്ള ഒരു എൻറ്റിറ്റിയും ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള വേറൊരു എൻറ്റിറ്റിയും തമ്മിൽ വർക്ക്സ് ഫോർ എന്നുള്ള റിലേഷൻഷിപ്പാണ്. അതായത് അവ തമ്മിലുള്ള അസോസിയേഷന് നമ്മളൊരു പേര് കൊടുത്തേക്കുവാണ്, എന്ത്, വർക്ക്സ് ഫോർ. അപ്പോൾ E1 എന്നുള്ള എൻറ്റിറ്റി R1 എന്നുള്ള റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് ആയിട്ട് D1ലേക്ക് അസോസിയേറ്റ് ചെയ്തേക്കും. അതായത് E1, D1 തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് ആണ് R1. ഓക്കെ, അപ്പം ഓരോ എൻറ്റിറ്റീസും, എംപ്ലോയി എന്ന് പറഞ്ഞ എൻറ്റിറ്റി ടൈപ്പിൽ ഓരോ എൻറ്റിറ്റീസും ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിൽ ഓരോ എൻറ്റിറ്റീസ് ആയിട്ടും ഓരോരോ റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് ഓരോരോ റിലേഷൻസ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സെയിം റിലേഷൻഷിപ്പ് ടൈപ്പിലുള്ള കുറെ ഇൻസ്റ്റൻസ് ആയിട്ടാണ് അവര് അസോസിയേഷൻ ഉള്ളത്. ഇതിനകത്ത് ഇത് ജസ്റ്റ് അതിന്റെ ഒരു നൊട്ടേഷൻസ് ഒക്കെ കാണിച്ചിരിക്കുന്നതാണ്. റിലേഷൻഷിപ്പ് ടൈപ്പിന്റെ പേര് സെക്യൂർഡ് എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് ടൈപ്പാണ്. റിലേഷൻഷിപ്പ് സെറ്റിൽ എന്തൊക്കെയുണ്ട്, 4 ഇൻസ്റ്റൻസസ് ഉണ്ട്, R1, R2, R3, R4. സോറി, റിലേഷൻഷിപ്പ് സെറ്റിൽ R1, R2, R3, R4 ഉണ്ട്.
ദിസ് അറ്റ് എ ഗിവൺ പോയിന്റ് ഓഫ് ടൈമിൽ S1 M1 ആയിട്ടും M2 ആയിട്ടും M3 ആയിട്ടും റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് R1 ആണ് അവിടെ ഉള്ളത്. അപ്പൊ റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് R1 ആയിട്ടാണ് ദിസ് പോയിന്റ് ഓഫ് ടൈമിൽ ഈ രണ്ട് എൻറ്റിറ്റീസ് തമ്മിലുള്ള അസോസിയേഷൻ. അപ്പൊ ജസ്റ്റ് റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കി, അതായത് R1 അറ്റ് ഗിവൺ പോയിന്റ് ഓഫ് ടൈമിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് എന്താന്നുള്ളതാണ് റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ്. ഓക്കെ, അപ്പം ഈ ഒരു ഫിഗറിൽ S1ഉം M1 ആയിട്ടുള്ള ഇൻസ്റ്റൻസ്, അതുപോലെ തന്നെ S1 M2 S1 M3 ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ R1 എന്നുള്ള റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് ആയിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാരണ ഡയഗ്രാം പോലെ തന്നെ രണ്ട് എൻറ്റിറ്റീസ്, സ്റ്റുഡന്റ് എൻറ്റിറ്റിയും കോഴ്സ് എൻറ്റിറ്റിയും രജിസ്റ്റേർഡ് ഇൻ എന്നുള്ള, നമുക്ക് ഇന്റർ റിലേഷൻഷിപ്പിന്റെ പേര് എന്ത് വേണേലും കൊടുക്കാം. നമുക്ക് ആ എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന് മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു നെയിം അവിടെ കൊടുക്കുക. അതൊരു ഡയമണ്ട് സിമ്പിളിൽ റെപ്രസെന്റ് ചെയ്യുക. ഇപ്പൊ സ്റ്റുഡന്റിന് രണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, സ്റ്റുഡന്റ് നമ്പറും സ്റ്റുഡന്റ് നെയിമും. കോഴ്സിന് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, കോഴ്സ് നമ്പർ. അപ്പൊ ആ രണ്ട് എൻറ്റിറ്റീസ് തമ്മിലുള്ള അസോസിയേഷന്റെ പേര് എന്താണ്? രജിസ്റ്റേർഡ് ഇൻ എന്നാണ് ആ ഒരു അസോസിയേഷന്റെ പേര്. അതൊരു ലോജിക്കൽ കോൺസെപ്റ്റ് ആണ്. ഇവ തമ്മിൽ ഇങ്ങനെ അസോസിയേഷൻ ഉണ്ട്, അതിനെ നമ്മൾ ഈ ഒരു പേരിട്ട് വിളിക്കുന്നു, അതിന് ഡയമണ്ട് സിമ്പിളിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് റിലേഷൻഷിപ്പ് ആസ് ആൻ ആട്രിബ്യൂട്ട്, അതായത് അതിനു മുമ്പ് തന്നെ നമുക്ക് റോൾ നെയിംസ് ആൻഡ് റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ്. അപ്പൊ നമുക്ക് രണ്ട് എൻറ്റിറ്റീസ് തമ്മിലുള്ള അസോസിയേഷൻ ആണ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ രണ്ട് എൻറ്റിറ്റീസും അത് എന്താണ് അവിടെ അതിന്റെ മീനിങ് എന്നുള്ളത് നമുക്ക് റോൾ നെയിം ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഓരോ റിലേഷൻഷിപ്പിലും ഓരോ എൻറ്റിറ്റീസിനും ഓരോ റോൾ ആണുള്ളത്. ഓക്കെ, അപ്പൊ രണ്ട് എൻറ്റിറ്റീസ്, എംപ്ലോയി എന്നുള്ള എൻറ്റിറ്റി, ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള എൻറ്റിറ്റി ഉണ്ട്. അവ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ പേരാണ് വർക്ക്സ് ഫോർ. അപ്പോൾ എംപ്ലോയി എൻറ്റിറ്റിയുടെ റോൾ നെയിം എന്താണ്? എംപ്ലോയി എന്നാണ്. ഡിപ്പാർട്ട്മെന്റ് എൻറ്റിറ്റിയുടെ റോൾ നെയിം എന്താണ്? എംപ്ലോയർ ആണ്. ഓക്കെ, അതായത് ഓരോ എൻറ്റിറ്റീസിന്റെയും റോൾ എന്താന്നുള്ളത് നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് റോൾ നെയിം സിഗ്നിഫൈസ് ദ റോൾ ദാറ്റ് പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റിറ്റി ഫ്രം എൻറ്റിറ്റി ടൈപ്പ് പ്ലേസ് ഇൻ ഈച്ച് റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് ആൻഡ് ഹെൽപ്സ് ടു എക്സ്പ്ലെയിൻ വാട്ട് ദ റിലേഷൻഷിപ്പ് മീൻസ്. അതായത് ഇങ്ങനെ രണ്ട് എൻറ്റിറ്റീസ് ഉള്ളതിൽ നമുക്ക് ഇങ്ങനെ റോൾ നെയിം സ്പെസിഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ, അത് കുറച്ചും കൂടി മീനിങ് ഫുൾ ആയിരിക്കും. അതായത് എംപ്ലോയി എൻറ്റിറ്റി ടൈപ്പിലെ ഓരോ എൻറ്റിറ്റീസും എംപ്ലോയീസുമാണ്, ഡിപ്പാർട്ട്മെന്റ് എൻറ്റിറ്റി ടൈപ്പിൽ ഓരോ എൻറ്റിറ്റീസും എംപ്ലോയറും ആണെന്നുള്ളൊരു മീനിങ് നമ്മൾ റോൾ നെയിം കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഡയഗ്രത്തിൽ പറയാൻ പറ്റും. അതപ്പോ റോൾ നെയിം ആ ഒരു മീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ എൻറ്റിറ്റി ടൈപ്പിന്റെയും ആ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് അവരുടെ റോൾ എന്ന് നമുക്ക് റോൾ നെയിം സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആ റോൾ നെയിം ആണ് എംപ്ലോയി എന്നുള്ള എൻറ്റിറ്റിയുടെ പുറത്ത് എംപ്ലോയി എന്ന് എഴുതിയേക്കുന്നതും ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള എൻറ്റിറ്റിന്റെ പുറത്ത് എംപ്ലോയർ എന്ന് എഴുതിയേക്കുന്നത് എന്താണ്? ആ രണ്ട് എൻറ്റിറ്റി ടൈപ്പിന്റെയും റോൾ എന്താന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കുകയാണ്. ആ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പിൽ റോൾ എന്താന്നുള്ളത് അവിടെ റോൾ നെയിം ആയിട്ട് സ്പെസിഫൈ ചെയ്തേക്കുന്നുണ്ട്. അപ്പൊ ഈ ഫിഗറിൽ നമ്മൾ വർക്ക്സ് ഫോർ എന്നുള്ളത് ശരിക്കും ഒരു റിലേഷൻഷിപ്പിന്റെ പേരാണ്, അത് ഡയമണ്ട് സിമ്പിളിൽ കൊടുക്കണം. ഇതിനകത്ത് ഇപ്പൊ കൊടുത്തിട്ടില്ല എന്നുള്ളൂ. വർക്ക്സ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷൻഷിപ്പ് ആണ്. അത് ആക്ച്വലി നമ്മൾ ഡയഗ്രത്തിൽ എങ്ങനെ കൊടുക്കണം? ഒരു ഡയമണ്ട് സിമ്പിളിൽ വർക്ക്സ് ഫോർ എന്ന് എഴുതിയിട്ട് അതിന്റെ ആ കണക്ടിങ് ലൈനിലാണ് നമ്മൾ എംപ്ലോയർ എന്ന് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് റോൾ നെയിം എന്ന് മനസ്സിലായത്? മീൻസ് എന്താണ് റോള്? റോൾ നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റിറ്റി, അതായത് ഓരോ റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസിലും പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റിറ്റിയുടെ റോൾ എന്താണെന്ന് സിഗ്നിഫൈ ചെയ്യുന്നതാണ് റോൾ നെയിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞ റോൾ നെയിം ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നത് എപ്പോഴാണ്? റിക്കേഴ്സീവ് റിലേഷൻഷിപ്പിലാണ് നമുക്ക് ഈ പറഞ്ഞ റോൾ നെയിം നമുക്ക് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതേണ്ടത്. അപ്പൊ എന്താണ് റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ സെയിം എൻറ്റിറ്റി ടൈപ്പ് തന്നെ ഒരു റിലേഷൻഷിപ്പ് ടൈപ്പിൽ പാർട്ടിസിപ്പേഷൻ വരുന്നതാണ് റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ്. അതായത് ഒരു എൻറ്റിറ്റി തന്നെ ആയിരിക്കും അതിനകത്ത്, ആ എൻറ്റിറ്റി ഒരു എൻറ്റിറ്റി ടൈപ്പിലെ ഓരോ എൻറ്റിറ്റീസും ആ എൻറ്റിറ്റി ടൈപ്പിലെ വേറെ എൻറ്റിറ്റീസ് ആയിട്ട് അസോസിയേഷൻ വരുവാണ്. അതായത് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരൊറ്റ എൻറ്റിറ്റിയാണ് പാർട്ടിസിപ്പേഷൻ ഉള്ളൂ. ആ എൻറ്റിറ്റി ടൈപ്പിലെ ഓരോ എൻറ്റിറ്റീസും ആ എൻറ്റിറ്റി ടൈപ്പിലെ വേറൊരു എൻറ്റിറ്റീസ് ആയിട്ട് അസോസിയേഷൻ വരും. അതായത് ഒരു എൻറ്റിറ്റിയിലെ എൻറ്റിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള റിക്കേഴ്സീവ് റിലേഷൻഷിപ്പിൽ നമുക്ക് ഈ പറഞ്ഞ റോൾ നെയിമിന് സിഗ്നിഫിക്കന്റ് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എംപ്ലോയി എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ടൈപ്പ് ആണ്. ഓക്കെ, എംപ്ലോയി എന്ന് പറഞ്ഞ എൻറ്റിറ്റി ടൈപ്പ്
ആ എംപ്ലോയി ആ എൻറ്റിറ്റിയോട് തന്നെ എന്താണ് റിലേഷൻഷിപ്പ് അസോസിയേഷൻ ഉണ്ട് ത്രൂ ദ റിലേഷൻഷിപ്പ് സൂപ്പർവിഷൻ. അതായത് എംപ്ലോയി എൻറ്റിറ്റി ആ എൻറ്റിറ്റിയോട് തന്നെ അസോസിയേറ്റ് ചെയ്തേക്കുവാണ് ത്രൂ ദ റിലേഷൻഷിപ്പ് സൂപ്പർവിഷൻ. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് എൻറ്റിറ്റീസ് തമ്മിലോ രണ്ടോ അതിൽ കൂടുതൽ എൻറ്റിറ്റീസോ അല്ലെങ്കിൽ സെയിം എൻറ്റിറ്റിയോട് തന്നെയുള്ള അസോസിയേഷനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പിൽ വരുന്ന പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റിറ്റീസ് ഏതാണ്? എംപ്ലോയി എൻറ്റിറ്റി തന്നെയാണ്. അതായത് എംപ്ലോയി എൻറ്റിറ്റി ടൈപ്പിലെ ഓരോ എൻറ്റിറ്റീസും ആ ടൈപ്പിലെ തന്നെ വേറെ എൻറ്റിറ്റീസ് ആയിട്ട് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എംപ്ലോയി എൻറ്റിറ്റി ടൈപ്പിൽ കുറേ എൻറ്റിറ്റീസ് ഉണ്ട്. E1 മുതൽ E7 വരെ നമുക്ക് ഫിഗറിൽ കാണാം. ഈ E1 എന്നുള്ള എൻറ്റിറ്റി E1 എന്നുള്ള എൻറ്റിറ്റിക്ക് R1 ആയിട്ട് അസോസിയേഷൻ ഉണ്ട്. സോറി, E1 എന്നുള്ള എൻറ്റിറ്റി R1 എന്നുള്ള റിലേഷൻഷിപ്പ് വഴി E5നോട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. E1 R2 ആയിട്ട് അസോസിയേഷൻ ആയിട്ട് E2നോട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ E1ന് R3 വഴി E3യിലേക്കും അസോസിയേഷൻ ഉണ്ട്. നിങ്ങൾ ആ ഫിഗർ ഒന്ന് നോക്കുക. എംപ്ലോയി എൻറ്റിറ്റി ടൈപ്പിൽ E1 എന്നുള്ളൊരു എൻറ്റിറ്റി എടുക്കുക. ആ എൻറ്റിറ്റിക്ക് ആ എംപ്ലോയി എൻറ്റിറ്റി ടൈപ്പില് അതായത് ആ സെയിം ടൈപ്പിലുള്ള വേറെ എൻറ്റിറ്റീസ് ആയിട്ട് അസോസിയേഷൻ വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ്. അത് ആ എൻറ്റിറ്റി അതിനോട് തന്നെ അസോസിയേഷൻ വരുന്നതാണ് എന്ത്? റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതിനകത്ത് E1 എന്നുള്ള എൻറ്റിറ്റീനെ എടുക്കുക. E1 എന്നുള്ള എൻറ്റിറ്റി E5നോടും E2നോടും E3യോടും അസോസിയേഷൻ വന്നിട്ടുണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട് ത്രൂ R1 എന്നുള്ള ഇൻസ്റ്റൻസ്, R2 എന്നുള്ള ഇൻസ്റ്റൻസ്, R3 എന്നുള്ള ഇൻസ്റ്റൻസ്. അപ്പം സെയിം എൻറ്റിറ്റി ടൈപ്പിലെ വേറെ എൻറ്റിറ്റീസിനോട് തന്നെ അസോസിയേഷൻ വരുന്നതാണ് റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ്. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പൊ ഈ ഫിഗറിൽ ഒരു എൻറ്റിറ്റി ഉള്ളൂ കേട്ടോ, എംപ്ലോയി എന്നുള്ള എൻറ്റിറ്റി ഉള്ളൂ. സൂപ്പർവിഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിന്റെ പേരാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് റോൾ നെയിം സ്പെസിഫൈ ചെയ്യണം. കാരണം ഈ ഓരോ എൻറ്റിറ്റീസിന്റെ റോൾ എന്താന്നുള്ളത് അവിടെ സ്പെസിഫൈ ചെയ്തേ പറ്റും ഈ റിക്കേഴ്സീവ് റിലേഷൻഷിപ്പിൽ. കാരണം സെയിം എൻറ്റിറ്റി തന്നെയാണ്, സെയിം എൻറ്റിറ്റി ടൈപ്പ് തന്നെയാണ് അവിടെ പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റിറ്റീസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റോൾ നെയിം സ്പെസിഫൈ ചെയ്തേ പറ്റൂ. കാരണം ഇതിനകത്ത് E1ന്റെ റോൾ എന്താണ്? E1ഉം E5 ആയിട്ട് അസോസിയേഷൻ ഉണ്ട്, E1ഉം E2 ആയിട്ട് അസോസിയേഷൻ ഉണ്ട്, E1ഉം E3 ആയിട്ടും അസോസിയേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു അസോസിയേഷനിൽ E1ന്റെ റോൾ എന്താണ്, E2ന്റെ റോൾ എന്താണ്, E3ന്റെ റോൾ എന്താണ് അവിടെ നമുക്ക് മെൻഷൻ ചെയ്താലാണ് അത് മീനിങ് ഫുൾ ആവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? റോൾ നെയിം യൂസ് ചെയ്യണത്. അപ്പൊ ഇതിനകത്ത് റോൾ നെയിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1, 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 1 എന്ന് പറയുന്നത് എന്താണ്? 1 എന്നുള്ളത് നമ്മളിവിടെ മെൻഷൻ ചെയ്തേക്കുവാണ്. 1 എന്ന് പറയുന്നത് സൂപ്പർവൈസർ എന്നുള്ള ലേബലും 2 എന്ന് മെൻഷൻ ചെയ്തേക്കുന്നത് സബോർഡിനേറ്റും ആണ്. അപ്പൊ ഇതിനകത്ത് നോക്കാം, E1 2 R1, E1ഉം R1ഉം തമ്മിലുള്ള അസോസിയേഷന്റെ പേര് റോൾ നെയിം 2 ആണ്. അത് R1 വഴി E5ലേക്ക് പോയിട്ടുണ്ട്. E5ൽ അതിന്റെ റോള് 1 ആണ്. അതായത് അതിന്റെ അർത്ഥം എന്താണ്? E1 is the subordinate of E5. അപ്പം E5 ആണ് സൂപ്പർവൈസർ, E1 ആണ് സബോർഡിനേറ്റ്. അപ്പൊ അത് ഈസിലി ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കണത്? ഇങ്ങനെ റോൾ നെയിം നമ്മൾ സ്പെസിഫൈ ചെയ്തേക്കണത്. അപ്പോൾ ആ ഒരു റിക്കേഴ്സീവ് റിലേഷൻഷിപ്പിൽ നമ്മൾ റോൾ നെയിം സ്പെസിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഓരോ എൻറ്റിറ്റീസിന്റെയും റോൾ എന്താന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ റിക്കേഴ്സീവ് റിലേഷൻഷിപ്പിൽ എംപ്ലോയി റിലേഷൻ തന്നെ സൂപ്പർവൈസർ ആയിട്ടും ഉണ്ട്. സോറി, എംപ്ലോയി റിലേഷൻ അല്ല, റിക്കേഴ്സീവ് റിലേഷൻഷിപ്പിൽ എംപ്ലോയി എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിലെ ഓരോ എൻറ്റിറ്റീസ് സൂപ്പർവൈസർ ആയിട്ടും ഉണ്ട്, അതുപോലെ തന്നെ സബോർഡിനേറ്റ് ആയിട്ടും ഉള്ളത് സെയിം എൻറ്റിറ്റി ടൈപ്പ് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്ത് വേണം? റോൾ നെയിം നമ്മൾ മെൻഷൻ ചെയ്തേ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇത് പിടി കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, സെയിം എൻറ്റിറ്റി ടൈപ്പ് തന്നെ മോർ ദാൻ വൺസ് ഒരു റിലേഷൻഷിപ്പ് ടൈപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. ഇൻ ഡിഫറെന്റ് റോൾസ്, സെയിം റോൾ അല്ല, ഡിഫറെന്റ് റോൾസിൽ പാർട്ടിസിപ്പേഷൻ വരുന്നതാണ് എന്ത്? റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞാൽ എംപ്ലോയി എൻറ്റിറ്റി ടൈപ്പ് ആണ്. ആ എൻറ്റിറ്റി ടൈപ്പിൽ ഓരോ എൻറ്റിറ്റീസ് E1 മുതൽ E7 വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓരോ എൻറ്റിറ്റീസിനും 2 റോൾ ഉണ്ട്. ഒന്നുകിൽ ചിലപ്പോൾ സബോർഡിനേറ്റ് ആയിരിക്കും, ചിലപ്പോൾ അതെന്താണ്? സൂപ്പർവൈസർ ആയിരിക്കും. അപ്പൊ ആരാണ് സബോർഡിനേറ്റ്, അത് ആരാണ് സൂപ്പർവൈസർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോ എൻറ്റിറ്റീസും അതിന്റെ ഓരോ ഇൻസ്റ്റൻസിലും റോൾ നെയിം സ്പെസിഫൈ ചെയ്താൽ നമുക്ക് റോൾ നെയിം സ്പെസിഫൈ ചെയ്താൽ മാത്രമാണ് ഓരോ എൻറ്റിറ്റീസിന്റെ റോള് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ് എന്താണ്, റോൾ നെയിം എന്താന്നുള്ളത്. അപ്പൊ ഈ ഫിഗർ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഓക്കെ, ദെൻ അടുത്തത് പറയാൻ പോകുന്നത്, നമ്മൾ ഇനി പറയാൻ പോകുന്ന ടോപ്പിക്സ് എല്ലാം അണ്ടർ റിലേഷൻഷിപ്പ് ആണോ, റിലേഷൻഷിപ്പിന്റെ കീഴിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഇനി അടുത്തത് റിലേഷൻഷിപ്പിന്റെ കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ റിലേഷൻഷിപ്പ് എന്താ നമ്മൾ പറഞ്ഞു, അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ് ഓഫ് ദ സെയിം, ടു ഓർ മോർ ഡിഫറെന്റ് എൻറ്റിറ്റീസ് ആവാം, അല്ലെങ്കിൽ സെയിം ടൈപ്പ് ആവാം. അപ്പൊ സെയിം എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് കുറച്ചു മുമ്പ് പറഞ്ഞത്. ഇനി മെയിൻ ടു ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസ് ഉണ്ട്, മാപ്പിംഗ് കാർഡിനാലിറ്റീസും പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസും. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഫസ്റ്റ് മൊഡ്യൂളിലെ കൺസ്ട്രെയിൻസ് ഇൻ റിലേഷൻഷിപ്പ്. അപ്പോൾ റിലേഷൻഷിപ്പിൽ വരാവുന്ന രണ്ട് കൺസ്ട്രെയിൻസ് മാപ്പിംഗ് കാർഡിനാലിറ്റീസും പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ് എന്ന് പറയും. ഓക്കെ, ഇനി അതിനകത്തേക്ക് പോണേക്ക് മുമ്പ്, മാപ്പിംഗ് കാർഡിനാലിറ്റീസും പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസിന് മുമ്പ് തന്നെ വാട്ട് ഈസ് ഡിഗ്രി ഓഫ് എ റിലേഷൻഷിപ്പ് എന്താന്ന് നോക്കാം. അപ്പൊ എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് എടുത്താൽ അതിനൊരു പേരുണ്ടാവും, നെയിം. നമ്മൾ പറഞ്ഞു, ഏത് റിലേഷൻഷിപ്പ് എടുത്താലും, ഡയഗ്രത്തിൽ ഏത് റിലേഷൻഷിപ്പ് എടുത്താലും അതിനൊരു നെയിം ഉണ്ടാവും, അതിനൊരു ഡിഗ്രി ഉണ്ടാവും, അതിനൊരു കാർഡിനാലിറ്റി റേഷ്യോ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ നെയിം എന്താന്ന് പറഞ്ഞു. നെയിം എന്ന് പറയുന്നത് നമുക്ക് ആ റിലേഷൻഷിപ്പിനെ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഒരു പേര് വെച്ച് കൊടുക്കുക, അതൊരു ഡയമണ്ട് സിമ്പലിൽ റെപ്രസെന്റ് ചെയ്യുക, അതാണ് നെയിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിഗ്രി എന്തെന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് എൻറ്റിറ്റീസ് സെറ്റ് വിച്ച് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റിലേഷൻഷിപ്പ്. അതായത് ഒരു റിലേഷൻഷിപ്പിൽ എത്ര എൻറ്റിറ്റീസ് പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നുള്ളതാണ് ഡിഗ്രി ഓഫ് എ റിലേഷൻഷിപ്പ്. അപ്പൊ അത് തന്നെ യൂണറി ഉണ്ട്, ബൈനറി ഉണ്ട്, ടെർണറി ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു വേർഡിൽ തന്നെ നമുക്ക് കിട്ടും, യൂണറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു റിലേഷൻഷിപ്പിന്റെ പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഉള്ളൂ. അതായത് സ്റ്റുഡന്റ് എന്നുള്ള എൻറ്റിറ്റി സ്റ്റുഡന്റിനോട് തന്നെ മോണിറ്റർ എന്നുള്ള റിലേഷൻഷിപ്പ് വഴി അസോസിയേഷൻ നടത്തിയിട്ടുണ്ട്. അതായത് ഒരു സിംഗിൾ എൻറ്റിറ്റി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് യൂണറി റിലേഷൻഷിപ്പ്. ഇനി ബൈനറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, രണ്ട് എൻറ്റിറ്റി ടൈപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ബൈനറി. ടെർണറി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റിറ്റീസ് മൂന്നെണ്ണമായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഡിഗ്രി ഓഫ് എ റിലേഷൻഷിപ്പ്. ഡിഗ്രി മീൻസ് നമ്പർ ഓഫ് എൻറ്റിറ്റീസ് അറ്റ് വിച്ച് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റിലേഷൻഷിപ്പ്. അപ്പോൾ റിലേഷൻഷിപ്പിൽ എത്ര എൻറ്റിറ്റി ടൈപ്പ് അല്ലെങ്കിൽ എത്ര എൻറ്റിറ്റി സെറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് ഡിഗ്രി എന്നുകൊണ്ട് ഓർക്കുക. ഓക്കെ, ഇനി എന്താണ് കാർഡിനാലിറ്റി റേഷ്യോ എന്ന് പറയാം. അപ്പൊ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കൺസ്ട്രെയിൻസിന്റെ ഫസ്റ്റ് വൺ ആണ് കാർഡിനാലിറ്റി, മാപ്പിംഗ് കാർഡിനാലിറ്റീസ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് കാർഡിനാലിറ്റി റേഷ്യോ എന്ന് നോക്കാം. അപ്പൊ കാർഡിനാലിറ്റി റേഷ്യോ നമ്മളിപ്പോ നോക്കുന്നത് ബൈനറി റിലേഷൻഷിപ്പിന്റെ കേസിലാണ് നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബൈനറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് എൻറ്റിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് ബൈനറി. അപ്പൊ അതിനകത്ത് കാർഡിനാലിറ്റി റേഷ്യോ മീൻസ് മാക്സിമം നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസസ് ടു വിച്ച് ആൻ എൻറ്റിറ്റി ക്യാൻ ടേക്ക് പാർട്ട് ഇൻ. അതായത് ബൈനറി റിലേഷൻഷിപ്പ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പൊ ബൈനറി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഓർക്കുക, രണ്ട് എൻറ്റിറ്റി ടൈപ്പ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അപ്പോൾ മാക്സിമം ഒരു എൻറ്റിറ്റി, അതായത് ഒരു എൻറ്റിറ്റി ടൈപ്പിൽ ഒരു എൻറ്റിറ്റീസ് മാക്സിമം എത്ര നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് മറ്റേ എൻറ്റിറ്റി ആയിട്ട് പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നുള്ളതാണ് കാർഡിനാലിറ്റി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എൻറ്റിറ്റി ടൈപ്പ് എടുക്കുക, അതിനകത്ത് ഒരു സിംഗിൾ എൻറ്റിറ്റി എടുക്കുക, ആ ഒരു എൻറ്റിറ്റി മറ്റേ എൻറ്റിറ്റിയിലേക്ക് എത്ര ടൈംസ് റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസസ് ഒരു റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് ആയിട്ട് പാർട്ടിസിപ്പേഷൻ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് കാർഡിനാലിറ്റി റേഷ്യോ. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഇത് മനസ്സിലാവും. ഇതൊരു എക്സാമ്പിൾ നോക്കുക. ഈ ഒരു എക്സാമ്പിളിൽ രണ്ട് എൻറ്റിറ്റീസ് ഉണ്ട്, മെയിൽ എന്നുള്ള എൻറ്റിറ്റി ഉണ്ട്, ഫീമെയിൽ എന്നുള്ള എൻറ്റിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ അത് തമ്മിലുള്ള ഫിഗർ ഇച്ചിരി മാഞ്ഞു പോയിട്ടുണ്ട്. മെയിലും മാരീഡ് എന്നുള്ള റിലേഷൻഷിപ്പ് വഴിയാണ് അവർ തമ്മിൽ അസോസിയേഷൻ ഉള്ളത് കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ ലൈൻ ഉണ്ട്, അതിപ്പോ ഇതിനകത്ത് കാണില്ല, അത് മിസ്പ്ലേസ്ഡ് ആയി പോയി തോന്നുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാർഡിനാലിറ്റി റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. രണ്ട് എൻറ്റിറ്റി ടൈപ്പ് ഉണ്ട്, മെയിലും ഫീമെയിലും, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് മാരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ മെയിൽ എന്ന് പറഞ്ഞ എൻറ്റിറ്റി ടൈപ്പിൽ ഓരോ എൻറ്റിറ്റീസും, അതായത് M1, M2, M3, M4, M5, ഈ നാല് എൻറ്റിറ്റീസും അതിനകത്തുള്ള ഓരോ എൻറ്റിറ്റീസ് ആണ് ഏതാ M1 എന്നുള്ളൊരു എൻറ്റിറ്റി ഉണ്ട്, M2 ഉണ്ട്, M3 ഉണ്ട്, M4 ഉണ്ട്, M5 ഉണ്ട്. അപ്പൊ അതിനകത്ത് ഓരോ എൻറ്റിറ്റീസും എത്ര തവണ മറ്റേ എൻറ്റിറ്റി ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വഴി അസോസിയേഷൻ ഉണ്ട് അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അതാണ് കാർഡിനാലിറ്റി റേഷ്യോ. അപ്പൊ ഇതിനകത്ത് M1 എന്നുള്ളൊരു എൻറ്റിറ്റി എടുക്കുക, ആ M1 എന്നുള്ള എൻറ്റിറ്റിക്ക് മറ്റേ എൻറ്റിറ്റി ആയിട്ട് എത്ര തവണ അസോസിയേഷൻ ഉണ്ട്, ഒരു തവണയാണ് അസോസിയേഷൻ ഉള്ളൂ. അതായത് M1 എന്നുള്ള എൻറ്റിറ്റി ഫീമെയിലെ F1 ആയിട്ട് മാത്രമാണ് അസോസിയേഷൻ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് അസോസിയേഷൻ ത്രൂ എ റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് എത്രയാണ്, 1 ആണ്. ഓക്കെ,
അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, കാർഡിനാലിറ്റി റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്പർ ഓഫ് ടൈംസ് ആൻ എൻറ്റിറ്റി ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ആൻ അസോസിയേഷൻ വിത്ത് അനദർ എൻറ്റിറ്റി. മറ്റേ എൻറ്റിറ്റി ടൈപ്പിലെ എൻറ്റിറ്റി ആയിട്ട് നമ്മുടെ ഈ ആദ്യത്തെ എൻറ്റിറ്റി ടൈപ്പിൽ ഒരു എൻറ്റിറ്റിക്ക് എത്ര നമ്പർ ഓഫ് ടൈംസ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അതിനെയാണ് നമ്മൾ കാർഡിനാലിറ്റി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കാർഡിനാലിറ്റി റേഷ്യോ is for a binary relationship specifies the maximum number of relationship instances to which an entity can take part in it. It also specifies the number of entities to which another entity can be related by a relationship. അതായത് എത്ര എൻറ്റിറ്റീസിന് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാർഡിനാലിറ്റി റേഷ്യോ. അതായത് ഒരു റിലേഷൻഷിപ്പ് വഴി ഒരു എൻറ്റിറ്റീസിന് മറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് എത്ര റിലേഷൻ ഉണ്ട് അതാണ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ആണ് 1 to 1, 1 to many, many to 1 and many to many. ഇത്രയും ടൈപ്പ് ഓഫ് കാർഡിനാലിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ട് 1 to 1. അപ്പൊ നമ്മൾ പറഞ്ഞ കാർഡിനാലിറ്റി റേഷ്യോനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാർഡിനാലിറ്റി കൺസ്ട്രെയിന്റ് പറയുന്നത്. അപ്പൊ കാർഡിനാലിറ്റി കൺസ്ട്രെയിന്റ് മെയിൻലി 4 ഉണ്ട്. 1 to 1, 1 to many, many to 1 and many to many. അപ്പോൾ ഈ പറഞ്ഞ കാർഡിനാലിറ്റി റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ 4 നമുക്ക് ഈസിലി നമുക്ക് മനസ്സിലാവും. 1 to 1 എന്താണ്, 1 to many എന്താന്നുള്ളതൊക്കെ. അപ്പൊ ഇതിനകത്ത് ഇതാ പറയാം. അപ്പൊ ആദ്യമേ തന്നെ 1 to 1 എന്നാ നോക്കുക, അല്ലെങ്കിൽ 1:1 എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. 1:1. 1 to 1. അപ്പൊ 1 to 1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് when only a single instance of an entity is associated with a single instance of another entity by a relationship. അതായത് ഞാനിപ്പോ കാണിച്ച എക്സാമ്പിൾ, ഒരു എൻറ്റിറ്റി ടൈപ്പിലെ ഒരു എൻറ്റിറ്റിയുടെ ഒരു സിംഗിൾ ഇൻസ്റ്റൻസ് ആണ് മറ്റേ എൻറ്റിറ്റി ആയിട്ട് ഉള്ളൂ. When every entity of one entity set is related to maximum one entity of other entity set. അതായത് ഒരു എൻറ്റിറ്റി ടൈപ്പിലെ എല്ലാ എൻറ്റിറ്റീസും മാക്സിമം ഒരു എൻറ്റിറ്റി ആയിട്ട് മറ്റേ സെറ്റിലെ ഒരു എൻറ്റിറ്റി ആയിട്ടാണ് അസോസിയേഷൻ ഉള്ളുവെങ്കിൽ അത് 1 to 1 ആണ്. ഓക്കെ, അപ്പൊ അത് ആ ഡെഫിനിഷൻ ഒന്നും കൂടെ നോക്കാം. When only a single instance of an entity is associated with a single instance of another entity. Okay. അപ്പൊ അത് പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് ആൻ എൻറ്റിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് അതർ എൻറ്റിറ്റി ബൈ എ റിലേഷൻഷിപ്പ്. അതായത് മാക്സിമം ഒരു എൻറ്റിറ്റി മറ്റേ എൻറ്റിറ്റി സെറ്റിൽ ഒരു എൻറ്റിറ്റി ആയിട്ടാണ് നമ്മുടെ ഇപ്പുറത്തെ ഉള്ള എൻറ്റിറ്റി ടൈപ്പിലെ എൻറ്റിറ്റീസിന് അസോസിയേഷൻ ഉള്ളുവെങ്കിൽ അത് 1 to 1 ആണ്. അപ്പൊ ഇതൊരു 1 to 1 അസോസിയേഷൻ ആണ്. അതായത് മെയിൽ എന്ന് പറഞ്ഞ എൻറ്റിറ്റി ടൈപ്പിലെ ഓരോ എൻറ്റിറ്റീസും മാക്സിമം എത്ര പ്രാവശ്യം മാത്രമാണ് മറ്റേ എൻറ്റിറ്റിയിൽ ഓരോ എൻറ്റിറ്റീസായിട്ട് അസോസിയേഷൻ ഉള്ളൂ, മാക്സിമം 1 ടൈം ആണുള്ളൂ. അപ്പൊ M1 F1 ആയിട്ട് മാത്രമാണ് അസോസിയേഷൻ ഉള്ളൂ ത്രൂ ദ റിലേഷൻഷിപ്പ് മാരീഡ്. അതുപോലെ M2നും ഒരു അസോസിയേഷൻ ആണുള്ളൂ. അപ്പൊ ആ ഫിഗർ ഇച്ചിരി കയറി ഇറങ്ങി പോയേക്കുവാണ്ടോ ലൈൻ വരച്ചത്, അതാ ഇതിനകത്തേക്ക് മാറ്റിയപ്പോൾ ഉള്ള ചേഞ്ചസ് വന്നതാ. അപ്പം അതിനെയാണ് നമ്മൾ 1 to 1 റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ 1 to 1 മാപ്പിംഗ് കാർഡിനാലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ER ഡയഗ്രം നൊട്ടേഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? 1 to 1 കാർഡിനാലിറ്റി റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ ആ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ ആ ഒരു കണക്ടിങ് ലൈൻ, മെയിൽ എന്നുള്ളിടത്ത് നിന്ന് ഒരു ലൈൻ വരച്ചിട്ട് മാരീഡിന്റെ ആ കോർണറിലേക്ക് വരയ്ക്കും. അതുപോലെ ഫീമെയിലിൽ നിന്ന് ഒരു സിംഗിൾ ലൈൻ വരച്ചിട്ടുണ്ട്, അവിടെ 1 1 എന്ന് എഴുതി കഴിഞ്ഞാൽ അതെന്താണ്? 1 to 1 കാർഡിനാലിറ്റി റേഷ്യോ ആണ്. അതല്ല നമുക്ക് ER ഡയഗ്രത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു ആരോ ലൈൻ വരയ്ക്കാം. അതായത് മാരീഡ് എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മെയിലേക്ക് ഒരു ആരോ ഉള്ള ലൈൻ വരയ്ക്കാം. അതുപോലെ തന്നെ മാരീഡ് എന്നുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഫീമെയിലേക്കും ഒരു ആരോ ലൈൻ വരച്ചാലും അതെന്താണ്? 1 to 1 ആണ്. അതായത് 1 എന്നുള്ള സംഭവത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റഡ് ആരോയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. വി എക്സ്പ്രസ് കാർഡിനാലിറ്റി റേഷ്യോ ബൈ ഡ്രോയിങ് ഡയറക്റ്റഡ് ലൈൻ. അതായത് 1 എന്നുള്ള ആ ഒരു കൺസ്ട്രെയിന്റ് വന്നോടത്ത് നമ്മൾ ഡയറക്റ്റഡ് ലൈൻ വരയ്ക്കും. അൺഡയറക്റ്റഡ് ലൈൻ കാണിക്കുന്നത് മെനി എന്നുള്ള ആ ഒരു കൺസ്ട്രെയിന്റ് വരുന്നിടത്ത് നമ്മൾ അൺഡയറക്റ്റഡ് ലൈനും കാണിക്കും. അപ്പൊ ഒന്നുകിൽ 1 1 എന്നുള്ളത് ആ ലൈനിൽ എഴുതുക, അല്ലെങ്കിൽ 1 എന്നുള്ള സ്ഥലത്ത് ഡയറക്റ്റഡ് ആരോ വരയ്ക്കുക, മെനി എന്നുള്ളിടത്ത് അൺഡയറക്റ്റഡ് ആരോയും വരയ്ക്കുക. അപ്പൊ അതാണ് അതിന്റെ നൊട്ടേഷൻ, ER ഡയഗ്രത്തിന്റെ നൊട്ടേഷൻ. ഇനി അടുത്തത്, അപ്പൊ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ, ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ്. ഒരു ബാങ്കിങ് ഡേറ്റാബേസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഒരു ബാങ്കിങ് ഡേറ്റാബേസ് ആണ്. ആ ബാങ്കിങ് ഡേറ്റാബേസിൽ 2 എൻറ്റിറ്റീസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്, കസ്റ്റമറും ലോണും. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കുക, കസ്റ്റമർ എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റി റെക്ടാംഗിൾ ഷേപ്പിൽ കാണിച്ചു, ലോൺ എന്നുള്ളത് വേറൊരു എൻറ്റിറ്റി അതും റെക്ടാംഗിളിൽ കാണിച്ചു. കസ്റ്റമറിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് കസ്റ്റമർ ID, കസ്റ്റമർ നെയിം, കസ്റ്റമർ സ്ട്രീറ്റ്, കസ്റ്റമർ സിറ്റി. ഇതിനകത്ത് കസ്റ്റമർ ID എന്താണ്? കീ ആട്രിബ്യൂട്ട് ആയതുകൊണ്ട് നമ്മൾ അതിനെ അണ്ടർലൈൻ ചെയ്തു.
സിമിലർലി ലോണിന്റെ രണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ലോൺ നമ്പറും എമൗണ്ടും. അതിനകത്ത് ലോൺ നമ്പറും എന്താണ് കീ ആട്രിബ്യൂട്ട് ആയതുകൊണ്ട് നമ്മൾ അതിനെയും അണ്ടർലൈൻ ചെയ്തു. ഇനി ഈ രണ്ട് എന്റിറ്റീസ് തമ്മിലുള്ള അസോസിയേഷൻ ആണ് ബോറോവർ എന്നുള്ള അസോസിയേഷൻ. ഓക്കെ, ഇനി ഇത് ഏത് കൺസ്ട്രെയിൻഡ് ആയിട്ട് വരും? അപ്പൊ നമുക്ക് പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാട്ടോ. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ 1:1 കാർഡിനാലിറ്റി റേഷ്യോ വരാൻ പാകത്തിന് നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? കസ്റ്റമർ എന്ന് പറഞ്ഞ എൻറ്റിറ്റിയിൽ കുറെ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് ഉള്ളത്, കുറെ കസ്റ്റമേഴ്സ്. ലോൺ എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിൽ ഓരോ ലോണിന്റെ ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. അപ്പോ ഇതിനകത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓരോ കസ്റ്റമർ, ഫോർ എക്സാമ്പിൾ C1 എന്നുള്ള കസ്റ്റമർ, അയാളാണ് L1 എന്നുള്ള ലോൺ എടുത്തേക്കുന്നത്. അപ്പോ C2 എന്നുള്ള കസ്റ്റമർ L2 എന്നുള്ള ലോൺ എടുത്തു. അപ്പൊ അതെന്താണ്? 1:1 കാർഡിനാലിറ്റി റേഷ്യോയാണ്. അതായത് C1 എന്നുള്ള കസ്റ്റമർ L1 എന്നുള്ള ലോൺ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റും? 1:1 കാർഡിനാലിറ്റി റേഷ്യോ എന്ന് പറയാൻ പറ്റും. പക്ഷെ അതല്ല, നമുക്ക് ബാങ്കിങ്ങിൽ ഒരു കസ്റ്റമറിന് ഒന്നിൽ കൂടുതൽ ലോൺ എടുക്കാം. അപ്പൊ അത് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. നമ്മൾ അതൊരു എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അതിനകത്തേക്ക് പോവാണ്. ഇതിനകത്ത് നമ്മുടെ ഉദ്ദേശം എന്താണ്? ഒരു കസ്റ്റമർ ഒരു ലോണാണ് എടുക്കണുള്ളൂവെങ്കിൽ ആ ഒരു കാർഡിനാലിറ്റി റേഷ്യോ എന്താണ്? 1:1 നമുക്കിവിടെ പറയാൻ പറ്റും. അപ്പൊ അതാണ് കസ്റ്റമറിലേക്ക് ആരോ വരച്ചു, ലോണിലേക്ക് ആരോ വരച്ചു. അപ്പോൾ 1:1 ഇട്ട് കഴിഞ്ഞാൽ അത് 1:1 കാർഡിനാലിറ്റി റേഷ്യോ ആണ്. അത് ഇട്ടിട്ടില്ല, ഇതുപോലെ ഡയറക്റ്റഡ് ആരോയാണ് കൊടുത്തേക്കണെങ്കിലും ഇതിന്റെ അർത്ഥം എന്താണ്? കസ്റ്റമർ ടു ലോൺ 1:1 കൺസ്ട്രെയിൻഡ് ആണെന്ന് പറയാൻ പറ്റും. അതായത് ഒരു കസ്റ്റമറിന് ഒരു ലോണുമായിട്ടാണ് അവിടെ റിലേഷൻഷിപ്പ് ഉള്ളൂ. അതായത് ഒരു കസ്റ്റമറിന് ഒന്നിൽ കൂടുതൽ ലോൺ എടുക്കാൻ പറ്റാത്തൊരു ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? മാപ്പിംഗ് കൺസ്ട്രെയിൻഡ് എന്താണ്? 1:1 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് 1:many. 1:many എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഒരു എൻറ്റിറ്റി ടൈപ്പിൽ ഒരു എൻറ്റിറ്റിക്ക് മറ്റേ എൻറ്റിറ്റി ടൈപ്പില് കുറെ എൻറ്റിറ്റീസ് ആയിട്ട് അസോസിയേഷൻ ഉണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 1:many ആണ്. അപ്പോൾ when every entity of first entity is related to at most n entities of other entities, then it is 1:many. ഓക്കെ, എവറി എൻറ്റിറ്റി, അതായത് ഓരോ എൻറ്റിറ്റീസും കുറെ എൻറ്റിറ്റീസ് ആയിട്ടാണ് അസോസിയേഷൻ ഉള്ളതെങ്കിൽ അത് 1:many ആണ്. അപ്പൊ 1:m എന്ന് നമ്മൾ എഴുതും. അപ്പൊ അതിനകത്ത് ഇയർ ഡയഗ്രം വരയ്ക്കുമ്പോൾ 1:many എന്ന് വരുമ്പോൾ 1 വരുന്ന സ്ഥലത്ത് എന്തിടും? ഡയറക്റ്റഡ് ലൈൻ വരയ്ക്കും. മെനി എന്ന് പറഞ്ഞ സ്ഥലം, മെനി എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് വരുന്ന സ്ഥലത്ത് നമ്മൾ അൺഡയറക്റ്റഡ് ലൈനും ആയിരിക്കും വരയ്ക്കുന്നത്. അപ്പൊ ഈ ഫിഗറിൽ ഡിപ്പാർട്ട്മെന്റ് ഹാസ് എംപ്ലോയീസ്, ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള എൻറ്റിറ്റി ഉണ്ട്, എംപ്ലോയി എന്നുള്ള എൻറ്റിറ്റി ഉണ്ട്. അപ്പം ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പ് എടുക്കുക, അതിനകത്ത് കുറെ ഡിപ്പാർട്ട്മെന്റ് D1, D2, D3, D4, D5 എന്നുള്ള 5 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എംപ്ലോയി എന്ന് പറഞ്ഞ എൻറ്റിറ്റി ടൈപ്പിൽ കുറെ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു എംപ്ലോയി അല്ല വർക്ക് ചെയ്യണുള്ളൂ. ഒരു ഡിപ്പാർട്ട്മെന്റിൽ D1 എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് എടുത്താൽ ആ D1 E1 ഉണ്ടാവും, E2 ഉണ്ടാവും, E3 ഉണ്ടാവും. അപ്പം എംപ്ലോയി എൻറ്റിറ്റി ടൈപ്പിൽ ഒരു എൻറ്റിറ്റി മറ്റേ എൻറ്റിറ്റി ടൈപ്പിൽ കുറെ എൻറ്റിറ്റീസ് ആയിട്ട് എന്തുണ്ട്? അസോസിയേഷൻ ഉണ്ട്. അതാണ് 1:m അല്ലെങ്കിൽ 1:many എന്ന് പറഞ്ഞ കൺസ്ട്രെയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സിംഗിൾ എൻറ്റിറ്റി മാക്സിമം കുറെ എൻറ്റിറ്റീസ് ആയിട്ട് അസോസിയേഷൻ ഉണ്ട് മറ്റേ സൈഡിലുള്ള. അപ്പൊ ഫസ്റ്റ് എൻറ്റിറ്റി ടൈപ്പിൽ ഒരു എൻറ്റിറ്റി സെക്കൻഡ് എൻറ്റിറ്റി ടൈപ്പിൽ കുറെ എൻറ്റിറ്റീസ് ആയിട്ട് അസോസിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 1:many ആയിരിക്കും. അപ്പൊ അത് ആ എൻറ്റിറ്റി ഡയഗ്രം വരയ്ക്കുമ്പോൾ, ഈ ആ ഡയഗ്രം വരയ്ക്കുമ്പോൾ ആർക്കാണോ ഒരു സിംഗിൾ എൻറ്റിറ്റി വരുന്ന സ്ഥലം, 1 വരുന്ന സ്ഥലം, അവിടെ നമ്മൾ ഡയറക്റ്റഡ് ആരോ വരച്ചു. മെനി വരുന്ന സ്ഥലത്ത് നമ്മൾ അൺഡയറക്റ്റഡ് ആരോ വെച്ചിട്ട് ഈ ആ ഡയഗ്രം റെപ്രസെന്റ് ചെയ്യുക. ഇനി നമ്മൾ മേളിൽ പറഞ്ഞ സെയിം എക്സാമ്പിൾ, ലോണും കസ്റ്റമറും തമ്മിലുള്ള ആ ഒരു എക്സാമ്പിളിനെ നമുക്ക് 1:many ആയിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. 1:many ആയിട്ടും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ആദ്യം പറഞ്ഞത് ഏത് സെനാരിയോ ആയിരുന്നു? ഒരു കസ്റ്റമറിന് ഒരു ലോൺ ഉള്ളൂ എന്നുള്ള രീതിയിൽ. പക്ഷെ നമുക്കിപ്പോ ബാങ്ക് ആവുമ്പോൾ നമുക്ക് എന്താണ്? ഒരു കസ്റ്റമറിന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ചില ബാങ്കിൽ ഒരു കസ്റ്റമറിന് കുറെ ലോൺസ്, പലതരത്തിലുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാർ ലോൺ ഉണ്ടാവും, ഹൗസിംഗ് ലോൺ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന കൺസ്ട്രെയിന്റ് ഏതാണ്? 1:many ആണ്. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു കസ്റ്റമർ എന്നുള്ള എൻറ്റിറ്റി ടൈപ്പില് ഒരു കസ്റ്റമർ എടുക്കുക, C1 എന്നുള്ള കസ്റ്റമർ എടുത്താൽ ആ ഒരു കസ്റ്റമറിന് ലോൺ എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിൽ L1 എന്നുള്ള ലോണും L2 എന്നുള്ള ലോണും L3 ഉള്ള ലോണും ആയിട്ടും അസോസിയേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് 1:many ആണ്. അപ്പൊ 1:m ആണ്. അപ്പൊ കസ്റ്റമർ ടു ബൊറോവർ എന്താണ്? 1 എന്നുള്ള കൺസ്ട്രെയിന്റ്. അപ്പൊ അത് ആരോ ഇട്ട് വരച്ചു. പിന്നെ ലോണും
ബോറോവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? മെനി ആണ്. അപ്പൊ അവിടെ എന്തിട്ടു? അൺഡയറക്റ്റഡ് ആരോ വെച്ചിട്ട് നമ്മൾ ER ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാം. ഇനി ഓക്കെ, അപ്പൊ ഇതിനകത്ത് വേറൊരു എക്സാമ്പിളും കാണിച്ചിട്ടുണ്ട്, മാനേജറും പ്രൊജക്റ്റും തമ്മിലുള്ളത്. അവ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് മാനേജേഴ്സ് പ്രൊജക്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ ഒരു മാനേജറിന് ഒരു പ്രൊജക്റ്റ് അല്ലായിരിക്കും ചിലപ്പോൾ അസൈൻ ചെയ്തിട്ടുള്ളത്. M1 എന്നുള്ള മാനേജറിന് P1 ഉണ്ട്, P2 ഉണ്ട്, P3 ഉണ്ട്. ഓക്കെ, സിമിലർലി M2നും അതുപോലെ തന്നെ P3 P4 ഉണ്ട്. അപ്പോൾ ഒരു മാനേജറിന്റെ കീഴിൽ കുറെ പ്രൊജക്ട്സ് ഉണ്ട്. അതെല്ലാം നമുക്ക് പറ്റും 1 to many എന്നുള്ള കാർഡിനാലിറ്റി റേഷ്യോ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി അടുത്തത് മെനി ടു വൺ. അപ്പൊ മെനി ടു വൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വേർഡിൽ തന്നെ അറിയാൻ പറ്റും. മെനി എൻറ്റിറ്റീസ്, ഫസ്റ്റ് എൻറ്റിറ്റി സെറ്റിലെ കുറെ എൻറ്റിറ്റീസ്, സെക്കൻഡ് എൻറ്റിറ്റി സെറ്റിലെ ഒരു എൻറ്റിറ്റിയോട് അസോസിയേഷൻ ഉണ്ട്. മെനി ടു വൺ. അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിന്റെ ആ ഒരു റിലേഷൻഷിപ്പ് പറയുന്നത്. ഫസ്റ്റ് എൻറ്റിറ്റി ടൈപ്പില് കുറെ മെനി എൻറ്റിറ്റീസ്, സെക്കൻഡ് എൻറ്റിറ്റി ടൈപ്പില് ഒരു എൻറ്റിറ്റി ആയിട്ട് മാത്രം അസോസിയേഷൻ വരുന്നതാണ് മെനി ടു വൺ കൺസ്ട്രെയിന്റ്. അപ്പൊ സെയിം നമ്മുടെ ഈ ഒരു എക്സാമ്പിളില് അത് എംപ്ലോയി, മറ്റേ നമ്മൾ ആദ്യമേ പറഞ്ഞ ഈ എംപ്ലോയി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, നമ്മൾ തിരിച്ചിട്ടാലും മതിയല്ലോ. മെനി ടു വൺ എന്ന് പറയുമ്പോഴത്തേക്കും മെനി എംപ്ലോയീസ് വർക്ക് ഫോർ എ സിംഗിൾ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പം ആ രീതിയിലാവുമ്പോൾ നമ്മുടെ കൺസ്ട്രെയിന്റ് ചെയ്ത് വരും മെനി ടു വൺ ആയി. അതായത് മെനി ടു വൺ പറയുന്നത് എപ്പോഴും ഫസ്റ്റ് എൻറ്റിറ്റി സെറ്റ് സെക്കൻഡ് എൻറ്റിറ്റി സെറ്റ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത് എംപ്ലോയിയും സെക്കൻഡ് എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റും ആണ്. അപ്പൊ എംപ്ലോയി എൻറ്റിറ്റീസ് ടൈപ്പിലെ കുറെ എൻറ്റിറ്റീസ് E1 E2 E3 E4, അപ്പൊ 4 എംപ്ലോയീസ് ഒരു ഡിപ്പാർട്ട്മെന്റും ആയിട്ടാണ് റിലേഷൻ ഉള്ളത്. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ കുറെ എംപ്ലോയീസ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ കുറെ എംപ്ലോയീസ് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വർക്ക് ചെയ്യുന്നു. അപ്പൊ അതെന്തായി? മെനി ടു വൺ ആയി. മെനി ടു വൺ ആകുമ്പോൾ നമ്മൾ ER ഡയഗ്രത്തിൽ വരയ്ക്കുമ്പോൾ മെനി വരുന്ന സ്ഥലത്ത് അൺഡയറക്റ്റഡ് ലൈൻ വരയ്ക്കുക, വൺ വരുന്നിടത്ത് ഡയറക്റ്റഡ് ലൈനും വരച്ച് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഈ പറഞ്ഞ ബാങ്കിങ് ഡാറ്റാബേസിന്റെ മെനി ടു വൺ പറയുമ്പോൾ എങ്ങനെ പറയാൻ പറ്റും? മെനി ടു വൺ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ജോയിന്റ് അക്കൗണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് കുറെ കസ്റ്റമേഴ്സിന് നമ്മൾ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുമല്ലോ. അതായത് ഇപ്പൊ എന്തെങ്കിലും എന്താണ് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സ്മോൾ ബിസിനസ് ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ഉണ്ട് ബാങ്കിൽ. അപ്പൊ എന്താണ്, ഒരു കുറെ C1 C2 C3 അതാണ് ഡേറ്റാബേസിലുള്ള ഒരു കൺസ്ട്രെയിന്റിന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. മെനി കസ്റ്റമേഴ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സിംഗിൾ ലോൺ. അതാണ് ആ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ നോക്കാം. മെനി വരുന്ന എൻറ്റിറ്റിയുടെ മെനി വരുന്ന എൻറ്റിറ്റീസ് റിലേഷൻഷിപ്പായിട്ട് അൺഡയറക്റ്റഡ് ലൈൻ വരയ്ക്കുക. മറ്റേ സെറ്റിലുള്ള എൻറ്റിറ്റിയും റിലേഷൻഷിപ്പുമായിട്ട് ആരോട് ലൈൻ അല്ലെങ്കിൽ ഡയറക്റ്റഡ് ലൈനും വരയ്ക്കുക. അപ്പൊ അതാണ് മെനി ടു വൺ. ഇനി മെനി ടു മെനി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? മെനി ഒക്കറൻസസ് ഓഫ് വൺ എൻറ്റിറ്റി റിലേറ്റഡ് വിത്ത് മെനി ഒക്കറൻസസ് ഓഫ് അനദർ എൻറ്റിറ്റി. അതായത് ഒരു എൻറ്റിറ്റിയുടെ തന്നെ കുറെ ഒക്കറൻസസ് മറ്റേ എൻറ്റിറ്റിയുടെ കുറെ ഒക്കറൻസസ് ആയിട്ടും അസോസിയേഷൻ ഉണ്ട്. അപ്പൊ ഈ ഒരു ഫിഗർ ഒക്കെ ടീച്ചർ ഹാസ് സ്റ്റുഡൻസ്, ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എക്സാമ്പിളിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പല ടീച്ചേഴ്സ് ഒരു ടീച്ചറിനെ പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഒരു ടീച്ചർ കുറെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നു. അപ്പൊ ആ രീതിയിലുള്ള കൺസ്ട്രെയിന്റ് ആണ് മെനി ടു മെനി. അപ്പൊ മെനി ടു മെനി കാണിക്കുന്നത് M-N എന്നുള്ള റേഞ്ചിലാണ്, M-ഉം N-ഉം. ഓക്കെ, അപ്പൊ ആ ഫിഗറിൽ നിങ്ങൾ നോക്കാം, ടീച്ചർ എന്ന് പറയുന്നത് T1 T2 T3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 3 ടീച്ചേഴ്സ് ഉണ്ട്. സ്റ്റുഡൻസ് S1 S2 S3 S4 എന്ന് പറഞ്ഞ കുറെ സ്റ്റുഡൻസ് ലിസ്റ്റ് എൻറ്റിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ T1 എന്നുള്ള ടീച്ചർ ഈ S1 ഉള്ള ഒരു സ്റ്റുഡന്റിന് T1 ഉണ്ട്, T2 ഉണ്ട്, T3 ഉണ്ട്. ഓക്കെ, അപ്പൊ മെനി എൻറ്റിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് മെനി എൻറ്റിറ്റീസ് ഓൺ ദ അതർ സൈഡ്. അതാണ് മെനി ടു മെനി. അപ്പോൾ M-ഉം N-ഉം വെച്ചിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാം. സെയിം ബാങ്കിങ് ഡാറ്റാബേസിന്റെ തന്നെ എക്സാമ്പിൾ, മെനി കസ്റ്റമർ ഹാസ് മെനി ലോൺസ്, അതുപോലെ തന്നെ ഒരു സിംഗിൾ ലോൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് മെനി കസ്റ്റമേഴ്സ്. അപ്പൊ ആ മുകളിലുള്ള രണ്ടെണ്ണത്തിന്റെ കോമ്പിനേഷൻ ആണ് മെനി ടു മെനി എന്നുള്ള കൺസ്ട്രെയിന്റ് അല്ലെങ്കിൽ കാർഡിനാലിറ്റി റേഷ്യോ. ഓക്കെ.
അപ്പോ ഇത്രയും പറഞ്ഞത് എന്തായിരുന്നു? കാർഡിനാലിറ്റി, കൺസ്ട്രെയിൻസ് ഇൻ റിലേഷൻഷിപ്പിലെ ഫസ്റ്റ് ടൈപ്പ് കാർഡിനാലിറ്റി കൺസ്ട്രെയിൻസ്. ഓക്കെ, അപ്പൊ കാർഡിനാലിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, നമ്മള് ബൈനറി റിലേഷൻഷിപ്പിന്റെ കേസിലാണ് നമ്മൾ ഇത് പറയുള്ളൂ. ബൈനറി റിലേഷൻഷിപ്പിൽ ഓരോ എൻറ്റിറ്റി ടൈപ്പിൽ ഓരോ എൻറ്റിറ്റീസും മാക്സിമം എത്ര നമ്പർ ഓഫ് ടൈംസ് മറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കാർഡിനാലിറ്റി റേഷ്യോ. അപ്പൊ ആ കാർഡിനാലിറ്റി റേഷ്യോ തന്നെ 4 ടൈപ്സ് ഉണ്ട്: 1:1, 1:many, many to 1 ആൻഡ് many to many. അത് ഓരോന്നും എന്താന്നുള്ളതും അതിന്റെ എക്സാമ്പിളും എക്സ്പ്ലനേഷനും ആയിട്ട് നിങ്ങൾ പേപ്പറിൽ എഴുതണം. ഇനി ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ കൂടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. 3 ഇയർ ഡയഗ്രം തന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള കാർഡിനാലിറ്റി റേഷ്യോ ഏതാന്ന് നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, ഓതർ എന്നുള്ള എൻറ്റിറ്റി, ബുക്സ് എന്നുള്ള എൻറ്റിറ്റീസ്. അപ്പൊ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് റൈറ്റ്. അപ്പം അതിനകത്ത് നമുക്ക് കൊടുക്കാവുന്ന കാർഡിനാലിറ്റി റേഷ്യോ ഏതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഒരു ഓതറിന് 1 ഓതർ റൈറ്റ്സ് സെവറൽ ബുക്സ്, അത് ഓക്കെയാണ്. 1 to many പറ്റും അല്ലെ? 1 to many എന്നുള്ളത് ഓക്കെയാണ്. അവിടെ ഫസ്റ്റ് എക്സാമ്പിൾ ഓതറും ബുക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിന്റെ കാർഡിനാലിറ്റി റേഷ്യോ വേണമെങ്കിൽ 1 to many എന്നാക്കാം. കാരണം ഓതർ എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിൽ കുറെ ഓതേഴ്സിന്റെ പേരുണ്ടാവും. ഓരോ ഓതറിനും കുറെ ബുക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുറെ ബുക്സ് എഴുതാലോ, ഒരു ഓതർ ഒരു ബുക്ക് അല്ല എഴുതുള്ളൂ, കുറെ ബുക്സ് എഴുതാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ പറയുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 1 to many. 1 to many എന്ന് പറയുമ്പോൾ ഓതറിന്റെ സൈഡിൽ 1 എഴുതുക, മറ്റേ ബുക്സിന്റെ സൈഡിൽ എം എഴുതുക, അല്ലെങ്കിൽ ഓതറിന്റെ സൈഡിൽ ആരോ ലൈൻ ഇടുക, മറ്റേ സൈഡിൽ അൺഡയറക്റ്റഡ് ലൈനും വരച്ചാൽ അതെന്തായി? 1 to many ആയി. ഇനി സെക്കൻഡ് വൺ, ഇന്ത്യൻ സിറ്റിസൺ പാൻ കാർഡ്. 2 എൻറ്റിറ്റീസ് ഉണ്ട്, അതിനകത്തുള്ള റിലേഷൻഷിപ്പ് ആണ് ഹാസ്. അപ്പൊ അതിനകത്ത് എങ്ങനെ എഴുതാം? ഇന്ത്യൻ സിറ്റിസൺ, അപ്പം ഒരു 5 സിറ്റിസൺ ഉണ്ടെന്ന് വിചാരിച്ചു, C1, C2, C3, C4, C5. ഓരോ സിറ്റിസണും ഓരോ പാൻ കാർഡാണുള്ളൂ അല്ലെ? ഒരു സിറ്റിസണും 2-3 പാൻ കാർഡ് വരൂല. അപ്പൊ അവിടെ വരുന്ന കൺസ്ട്രെയിന്റ് ഏതാണ്? 1 to 1 ആണ് അല്ലെ? ഓരോ ഇന്ത്യൻ സിറ്റിസണും ഓരോ പാൻ കാർഡ് എൻറ്റിറ്റി ആണ് ഉള്ളത്. അപ്പൊ അവിടെ വരുന്ന കൺസ്ട്രെയിന്റ് 1 to 1 എന്ന് എഴുതുക. ഇനി ഇന്ത്യൻ സിറ്റിസൺ ഹാസ് മൊബൈൽ നമ്പർ. അപ്പൊ അവിടെ നമുക്ക് ആലോചിച്ച് എഴുതാവുന്നേ ഉള്ളൂ. ഒരു ഇന്ത്യൻ സിറ്റിസൺ എടുക്കുക, അയാൾക്ക് ഒരു ഫോൺ നമ്പർ അല്ല വരാവുള്ളൂ, വേണമെങ്കിൽ 1, 2, 3 മൊബൈൽ നമ്പർ അയാൾക്ക് ഉണ്ടാവും. അപ്പൊ അവിടെയും എന്താണ്? 1 to many ആണ്. അവിടെ 1 to 1 എന്ന് പറയുന്നത് അത്ര മീനിങ് ഫുൾ അല്ല. ഒരു ഇന്ത്യൻ സിറ്റിസൺ ഒരു മൊബൈൽ നമ്പർ അല്ല ഉള്ളൂ. അപ്പൊ അവിടെ നമുക്ക് കൊടുക്കാവുന്ന കൺസ്ട്രെയിന്റ് 1 to many. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കുറെ എൻറ്റിറ്റീസ് തന്നിട്ടുണ്ട്: പ്രൈം മിനിസ്റ്റർ, കൺട്രി, ക്ലാസ് റൂം, സ്റ്റുഡൻസ് ക്ലാസ് റൂം, കസ്റ്റമർ ലോൺ. അപ്പൊ ഇതിനകത്തൊക്കെ ഏത് ടൈപ്പ് ഓഫ് കാർഡിനാലിറ്റി റേഷ്യോ ആണോ വരണേന്നുള്ളത് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതതിന്റെ ആൻസർ ആണ്. ഇതിനകത്ത് ഓതറിന്റെ ബാങ്കിന്റെ വേണമെങ്കിൽ എന്താ മെനി ടു മെനി ആവാം. മെനി ഓതർ ഹാസ് മെനി ബുക്സ്, ആ രീതിയിലും പറയാം. 1 to many എഴുതാം, അല്ലെങ്കിൽ മെനി ടു 1 എഴുതാം. 3 അവിടെ ക്ലിയർ കറക്റ്റ് ആണ് ഫസ്റ്റ് ഇയർ ഡയഗ്രത്തില് ഓതറും ബുക്സും തമ്മിലുള്ളത്. കാരണം ഒരു ഓതറിന് കുറെ ബുക്ക് എഴുതാം, അത് കറക്റ്റ് ആണ്. 1 to many എഴുതാം. മെനി ഓതേഴ്സ് കൂടി ഒരു ബുക്ക് എഴുതാം, അതും ഓക്കെയാണ്. ഇനി എന്താണ്? മെനി ഓതർ ഹാസ് മെനി ബുക്സ്, അതും അവിടെ ഓക്കെയാണ്. ഏത് രീതിയിലാണെങ്കിലും ആദ്യത്തതിനെ നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ് ആണ്. അപ്പൊ പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ് ആക്ച്വലി നമ്മൾ പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ആൻ എൻറ്റിറ്റി ആണ്. അതായത് ഒരു റിലേഷൻഷിപ്പ് വഴിയാണ് നമ്മൾ 2 എൻറ്റിറ്റീസിനെ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ആ ഒരു എൻറ്റിറ്റിയുടെ എക്സിസ്റ്റൻസിനെ സ്പെസിഫൈ ചെയ്യാനുള്ളതാണ് പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ്. അതായത് ആ ഒരു എൻറ്റിറ്റിയുടെ എക്സിസ്റ്റൻസ് എത്രമാത്രം ഉണ്ട്. അതായത് ഒരു റിലേഷൻഷിപ്പ് വഴി 2 എൻറ്റിറ്റീസ് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓരോ എൻറ്റിറ്റീസിന്റെയും പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ അതിന്റെ എക്സിസ്റ്റൻസ് എത്രയുണ്ടെന്ന് റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു കൺസ്ട്രെയിന്റ് ആണ് പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ്. അപ്പൊ അതിനകത്ത് 2 തരത്തിലുള്ള നമ്പർ പറയുന്നുണ്ട്: മാക്സിമം കാർഡിനാലിറ്റിയും മിനിമം കാർഡിനാലിറ്റിയും. ഓക്കെ, അതായത് ഓരോ എൻറ്റിറ്റീസിന്റെയും എക്സിസ്റ്റൻസ് സ്പെസിഫൈ ചെയ്യാനുള്ളതാണ്. അതായത് അതിന്റെ ഒരു റിലേഷൻഷിപ്പ് ടൈപ്പ് വഴി ആ 2 എൻറ്റിറ്റീസിന്റെയും അസോസിയേഷനിൽ ഓരോ എൻറ്റിറ്റീസിനും എക്സിസ്റ്റൻസ് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഫിഗേഴ്സ് പറയുന്നുണ്ട്: മാക്സിമം കാർഡിനാലിറ്റി, മിനിമം കാർഡിനാലിറ്റി. അപ്പൊ മാക്സിമം കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ
മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ എ റിലേഷൻഷിപ്പ്. അതായത് എത്ര ഒരു എൻറ്റിറ്റി എത്ര ടൈംസ്, മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ആൻഡ് എൻറ്റിറ്റി ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻ റിലേഷൻഷിപ്പ്. അതായത് ഒരു എൻറ്റിറ്റിക്ക് എത്ര മാക്സിമം നമ്പർ ഓഫ് ടൈംസ്, എത്ര നമ്പർ ഓഫ് ടൈംസ് ആ ഒരു റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേഷൻ വരും എന്നുള്ളതാണ് മാക്സിമം കാർഡിനാലിറ്റി. മിനിമം കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് ടൈംസ്. അപ്പൊ അത് നമുക്ക് ഫിഗർ വരയ്ക്കുമ്പോൾ മനസ്സിലാവും എന്താണ് മാക്സ് ആൻഡ് മിൻ കാർഡിനാലിറ്റി എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസിൽ വരുന്ന രണ്ടെണ്ണമാണ് ടോട്ടൽ പാർട്ടിസിപ്പേഷനും പാർഷ്യൽ പാർട്ടിസിപ്പേഷനും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്താന്ന് നോക്കാം. ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റി ടൈപ്പിലെ എല്ലാ എൻറ്റിറ്റീസും ഒരു റിലേഷൻഷിപ്പ് വഴി മറ്റേ എൻറ്റിറ്റിയോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടോട്ടൽ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ബൈനറി റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ രണ്ട് എൻറ്റിറ്റി ടൈപ്സ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് എൻറ്റിറ്റി ടൈപ്പിലെ എല്ലാ എൻറ്റിറ്റീസും റിലേഷൻഷിപ്പ് വഴി മറ്റേ എൻറ്റിറ്റിയോട് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതായത് ഫസ്റ്റ് എൻറ്റിറ്റി ടൈപ്പിലെ എല്ലാ എൻറ്റിറ്റീസും അസോസിയേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ടോട്ടൽ ആണ്. അതല്ല കുറച്ച് എൻറ്റിറ്റീസ് ആണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അതെന്താണ്, പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, അപ്പൊ ഇതിന് നമ്മൾ പറയണത് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ നമ്മൾ പറയുന്ന പേരാണ് എക്സിസ്റ്റൻസിസ് ഡിപ്പെൻഡൻസി, ടോട്ടൽ പാർട്ടിസിപ്പേഷൻ. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗറിൽ ഫിഗർ കൊണ്ട് മനസ്സിലായി, ഈ ഒരു ഫിഗർ ഓക്കെ, ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു എൻറ്റിറ്റി ടൈപ്പ് ഉണ്ട്. അപ്പൊ എംപ്ലോയി എൻറ്റിറ്റി ടൈപ്പില് E1, E2, E3, E4, E5, E6 ഇതാ ഫിഗർ നമ്മൾ ഇതിന് PDF കൺവേർട്ട് ചെയ്ത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. E1, E2, E3, E4, E5, E6 ഈ 6 വരെയുള്ള 6 എൻറ്റിറ്റീസ് ഉണ്ട്. 6 എൻറ്റിറ്റീസ് വർക്ക്സ് ഫോർ ഉള്ള റിലേഷൻഷിപ്പ് വഴി ഡിപ്പാർട്ട്മെന്റിലെ D1, D2, D3, D4. അപ്പൊ അവിടെയും ആ ഒരു ലൈൻ കയറി ഇറങ്ങിപ്പോയിട്ട് എല്ലാത്തിലേക്കും അസോസിയേഷൻ ഉണ്ട് കേട്ടോ. D1ലേക്കും വര വന്നിട്ടുണ്ട്, D2ലേക്കും ഉണ്ട്, D3 ഉണ്ട്, D4 ഉണ്ട്. അത് ഇച്ചിരി അലൈൻമെന്റ് മാറിപ്പോയതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് ഇത് PDF കൺവേർട്ട് ചെയ്തപ്പോ എന്താ അലൈൻമെന്റ് മാറിയതാന്ന് തോന്നുന്നു. അപ്പൊ ഇതിനകത്ത് പറയണത് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എംപ്ലോയി എന്നുള്ള എൻറ്റിറ്റി ടൈപ്പില് E6 വരെയുള്ള എല്ലാ എൻറ്റിറ്റീസിനും വർക്ക്സ് ഫോർ എന്നുള്ള റിലേഷൻഷിപ്പ് വഴി ഡിപ്പാർട്ട്മെന്റിലെ ഏതെങ്കിലുമൊക്കെ എൻറ്റിറ്റീസ് ആയിട്ട് അസോസിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്, ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആണ്. അപ്പൊ സപ്പോസ് ഇതിനകത്ത് ഇപ്പം E1 നിന്നും കണക്ഷൻ ഉണ്ട്, E2 നിന്നും ഉണ്ട്, E3 നിന്നുണ്ട്, E4 നിന്നും ഉണ്ട്, E5 നിന്നുണ്ട്, E6 നിന്നുണ്ട്. നമ്മുടെ ഫിഗർ അനുസരിച്ചിട്ട് അലൈൻമെന്റ് മാറിപ്പോയ പ്രശ്നമാണ് ഉള്ളത്. അപ്പം E6 വരെയുള്ള എല്ലാ എൻറ്റിറ്റീസിനും ഒരു കണക്ഷൻ പോയിട്ടുണ്ട് മറ്റേതിലേക്ക്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, എംപ്ലോയി എന്ന് പറഞ്ഞ എൻറ്റിറ്റി ടൈപ്പിന് അവിടെ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആണ് ഉള്ളതെന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഒരു എൻറ്റിറ്റി ടൈപ്പിലെ എല്ലാ എൻറ്റിറ്റീസും റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് വഴി മറ്റേ എൻറ്റിറ്റിയോട് പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ. ഇനി അതല്ല, ഒരു എൻറ്റിറ്റി ടൈപ്പിൽ കുറച്ച് എൻറ്റിറ്റീസ് ആണ് മറ്റേ എൻറ്റിറ്റീസിനോട് പാർട്ടിസിപ്പേഷൻ ഉള്ളൂ എങ്കിൽ അവിടെ എന്താണ്, പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ ആണ്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ പാർട്ടിസിപ്പേഷനും പാർഷ്യൽ പാർട്ടിസിപ്പേഷനും. അപ്പൊ നമ്മൾ ഫിഗറിൽ ER ഡയഗ്രാം നമുക്ക് വരയ്ക്കണമല്ലോ. ER ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഉള്ള എൻറ്റിറ്റീസിന്ന് റിലേഷൻഷിപ്പിലേക്കുള്ള ലൈൻ എന്ത് ചെയ്യും, നമ്മൾ ഡബിൾ ലൈൻ ആക്കി മാറ്റും. അപ്പൊ ഈ ഫിഗറിൽ എംപ്ലോയിക്ക് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റിന് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ ആണുള്ളത്. D4ലേക്ക് പാർട്ടിസിപ്പേഷൻ വന്നിട്ടില്ല ഈ ഫിഗറിൽ. D1ലേക്കും കണക്ഷൻ ഉണ്ട്, D2ലേക്കും ഉണ്ട്, D3ലേക്കാണ് ഉള്ളത്. D4ലേക്ക് ഒരു പാർട്ടിസിപ്പേഷനും വന്നിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, എംപ്ലോയി എന്ന് പറഞ്ഞ എൻറ്റിറ്റി ടൈപ്പിന് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആണ്, പക്ഷെ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിന് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഇല്ല. കാരണം D4ലേക്ക് അസോസിയേഷൻ വന്നിട്ടില്ല. സോ ഡിപ്പാർട്ട്മെന്റിന് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ ആണുള്ളത്. അപ്പൊ നമ്മൾ ആ ടോട്ടൽ പാർട്ടിസിപ്പേഷനും പാർഷ്യൽ പാർട്ടിസിപ്പേഷനും നമ്മൾ റിലേഷൻഷിപ്പിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയണത്. അപ്പം ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഉള്ള എൻറ്റിറ്റിയിൽ നിന്ന് റിലേഷൻഷിപ്പിലേക്കുള്ള കണക്ടിങ് ലൈൻ എന്താക്കണം, നമ്മൾ ഡബിൾ ലൈൻ ആക്കി വരയ്ക്കണം. അതേസമയം പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ ഉള്ള എൻറ്റിറ്റി ടൈപ്പിൽ നിന്ന് റിലേഷൻഷിപ്പിലേക്കുള്ള കണക്ഷൻ ലൈൻ നമ്മൾ സിംഗിൾ ആയിട്ടും വരയ്ക്കണം. അപ്പൊ അതാണ് അവിടെ ഡിഫറൻസ് വരുന്നത്. അപ്പൊ പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എൻറ്റിറ്റീസിന്റെ എക്സിസ്റ്റൻസ്, അതായത് ആ റിലേഷൻഷിപ്പില് ആ എൻറ്റിറ്റീസിന്റെ എക്സിസ്റ്റൻസിന്
മെൻഷൻ ചെയ്യുന്നതാണ് പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് D4 എന്ന് പറഞ്ഞ എൻറ്റിറ്റിക്ക് അവിടെ എക്സിസ്റ്റൻസ് ഇല്ല. ഈ ഒരു വർക്ക്സ് ഫോർ എന്നുള്ള റിലേഷൻഷിപ്പിൽ അതിനവിടെ എക്സിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് എന്തായി, ആ എൻറ്റിറ്റി ടൈപ്പ് എന്തായി, പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ ആയി. മനസ്സിലാവണ്ടോ? അപ്പൊ എപ്പോഴും പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ് എപ്പോഴും ഒരു എൻറ്റിറ്റിയുടെ എക്സിസ്റ്റൻസിനെ സ്പെസിഫൈ ചെയ്യാനുള്ള ഒരു ടേം ആണ്. അപ്പൊ അതിനകത്ത് വരുന്ന രണ്ട് കൺസ്ട്രെയിൻസ് ആണ് ടോട്ടലും പാർഷ്യലും. അപ്പോൾ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഉള്ളിടത്ത് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ലൈൻ ഡബിൾ ലൈൻ ആക്കി വരയ്ക്കുക. പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ ഉള്ളിടത്ത് കണക്ടിങ് ലൈൻ സിംഗിൾ ലൈൻ ആയിട്ടും വരയ്ക്കുക. അപ്പൊ ഇതിനകത്ത് D1 എംപ്ലോയിഡ് എൻറ്റിറ്റി ടൈപ്പില് ഈ 6 വരെയുള്ള എല്ലാ എംപ്ലോയീസിനും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിൽ ഏതെങ്കിലും എൻറ്റിറ്റീസ് ആയിട്ട് എന്തുണ്ട്, അസോസിയേഷൻ ഉണ്ട്. സോ എംപ്ലോയി എൻറ്റിറ്റി ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആണ്. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് എൻറ്റിറ്റിയിലെ എൻറ്റിറ്റി ടൈപ്പിൽ D4ലേക്ക് ഒരു എംപ്ലോയീസിനെയും അസോസിയേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ എന്താണ്, പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ ആണ് ഉള്ളത്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഡയഗ്രാം നൊട്ടേറ്റ് ചെയ്യുക. ഡബിൾ ലൈൻ കൊടുക്കുമ്പം ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഉള്ള എൻറ്റിറ്റിയിലേക്ക് ഡബിൾ ലൈൻ കൊടുക്കുക. റിലേഷൻഷിപ്പിനാണ് നമ്മൾ ഈ പറയുന്ന കൺസ്ട്രെയിൻസ് പറയുന്നത്. അപ്പൊ റിലേഷൻഷിപ്പിലേക്ക് വരയ്ക്കുന്ന വര ഡബിൾ ലൈൻ ആക്കുക. പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ ഉള്ളിടത്ത് സിംഗിൾ ലൈനും വരയ്ക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ഫിഗർ, ഒരു ബാങ്കിങ് ഡാറ്റാബേസിന്റെ തന്നെ ഫിഗറിൽ നമുക്ക് ടോട്ടലും പാർഷ്യലും പറയാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് കസ്റ്റമർ, ഒരു ബാങ്കിൽ കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. C1 C2 C3 എന്നുള്ള 3 കസ്റ്റമേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ലോൺ L1 L2 L3 എന്നുള്ളത് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും നമുക്ക് ഒരു ലോജിക്, നമുക്കൊരു ഐഡിയ വേണം. അതായത് എല്ലാ കസ്റ്റമേഴ്സിനും, ഒരു ബാങ്കിലെ എല്ലാ കസ്റ്റമറും ലോൺ എടുക്കണമെന്ന് നിർബന്ധമില്ല. അതായത് ഒരു ബാങ്കിനെ സംബന്ധിച്ച് എല്ലാവരും ലോൺ എടുക്കാൻ വേണ്ടിയിട്ടല്ല ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അതായത് കസ്റ്റമർ എന്നുള്ള എൻറ്റിറ്റി ടൈപ്പില് എല്ലാ കസ്റ്റമേഴ്സും ലോൺ എന്നുള്ള എൻറ്റിറ്റി ടൈപ്പില് ലോണുമായിട്ട് അസോസിയേഷൻ വരണില്ല. കാരണം എല്ലാ കസ്റ്റമേഴ്സിനും ലോൺ ഇല്ല. ചില കസ്റ്റമേഴ്സ് മാത്രമാണ് ലോൺ എടുക്കണുള്ളൂ. അപ്പൊ ലോൺ എൻറ്റിറ്റി ആയിട്ട് അസോസിയേഷൻ കുറച്ച് കസ്റ്റമേഴ്സിനാണ് വരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ എന്താണ്, പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ ആണുള്ളത്. കസ്റ്റമറും ബോറോവറും തമ്മിൽ പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ ആണുള്ളത്. അതേസമയം ലോൺ എന്നുള്ള എൻറ്റിറ്റിയുടെ എക്സിസ്റ്റൻസ് എന്താണ്, ഏതെങ്കിലും ഒരു കസ്റ്റമർ ലോൺ എടുത്താൽ മാത്രമല്ലേ ലോൺ എൻറ്റിറ്റി വരണുള്ളൂ. അപ്പോൾ L1 L2 L3 എന്ന് പറഞ്ഞ 3 ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു കസ്റ്റമർ എന്താണേലും കസ്റ്റമർ സൈഡിൽ വേണം. കാരണം ലോൺ എടുക്കുന്നത് ഓരോ കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ ലോണിൽ നിന്ന് ബോറോവറിലേക്ക് ടോട്ടൽ പാർട്ടിസിപ്പേഷനും കസ്റ്റമറിൽ നിന്ന് ബോറോവറിലേക്ക് എന്താണ്, പാർഷ്യൽ പാർട്ടിസിപ്പേഷനും ആണ് വരുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഒരു ബാങ്കിങ് ഡേറ്റാബേസിലെ കസ്റ്റമർ എൻറ്റിറ്റിക്ക് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ വിത്ത് ബോറോവറും ലോൺ എൻറ്റിറ്റിക്ക് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ വിത്ത് ദ ബോറോവർ. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ലോൺ എന്ന് പറഞ്ഞ എൻറ്റിറ്റി അവിടെ ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, അതിനെ അസോസിയേറ്റ് ചെയ്തൊരു കസ്റ്റമർ ഉണ്ടാവണമല്ലോ. ഏതെങ്കിലും ഒരു കസ്റ്റമർ ലോൺ എടുത്താൽ മാത്രമാണ് നമ്മൾ ലോൺ ഡീറ്റെയിൽസ് ബാങ്കിൽ കയറ്റണുള്ളൂ. അപ്പൊ ലോൺ എൻറ്റിറ്റിക്ക് എപ്പോഴും ലോൺ എൻറ്റിറ്റി ടൈപ്പിൽ ഓരോ എൻറ്റിറ്റീസിനും ഓരോ കസ്റ്റമർ ആയിട്ട് അസോസിയേഷൻ ഉണ്ടാവും. അപ്പൊ അതവിടെ ടോട്ടലായി. പക്ഷേ ഒരു ബാങ്കിലെ എല്ലാ കസ്റ്റമേഴ്സിനും ലോൺ എടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അവിടെ എന്തായി, പാർഷ്യൽ പാർട്ടിസിപ്പേഷനുമാണ് വരുള്ളൂ. അപ്പം ഈ പറഞ്ഞ പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ് എല്ലാം അസോസിയേറ്റഡ് വിത്ത് റിലേഷൻഷിപ്പിന്റെ കൺസ്ട്രെയിൻസ് ആണ് പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസും കാർഡിനാലിറ്റി കൺസ്ട്രെയിൻസും. അപ്പോൾ നമ്മൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ റിലേഷൻഷിപ്പിലേക്കുള്ള കണക്ടിങ് ലൈനാണ് സിംഗിൾ ലൈനും ഡബിൾ ലൈനും അതുപോലെ ആരോ ലൈനും അൺഡയറക്റ്റഡ് ലൈനൊക്കെ ആയിട്ട് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിലാണ് നമുക്കൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ എൻറ്റിറ്റീസും അതിനകത്തുള്ള ആട്രിബ്യൂട്ട്സും ഏതൊക്കെ എൻറ്റിറ്റീസ് ആണ് അസോസിയേഷൻ ഉള്ളത്, അതിന് എന്ത് റിലേഷൻഷിപ്പ് കൊടുക്കും, ആ റിലേഷൻഷിപ്പിലുള്ള കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണെന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തിയറിയും അതിന്റെ നൊട്ടേഷൻസും കാര്യങ്ങളും റൂൾസും അറിയണം. അപ്പൊ നിങ്ങൾക്ക് എന്താണേലും ഇതിന്റെ നോട്ട് ഞാൻ വായിച്ച് നോക്കാനുള്ളത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് വായിച്ച് നോക്കി അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ, പിന്നെ എത്രത്തേക്ക് മതി. ഇനി അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.